PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നിലവിൽ നടക്കുന്ന എല്ലാ PSC പരീക്ഷകളിലും ഉറപ്പായും ഒരു ചോദ്യം വരുന്നൊരു ഭാഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIനെ കുറിച്ച് ഒരു ചോദ്യമില്ലാത്ത ചോദ്യ പേപ്പർ ഇപ്പോൾ കാണാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അത്രത്തോളം ചോദ്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ലേ. PSC പരീക്ഷയ്ക്ക് റിപ്പോ റേറ്റ് ആണെങ്കിലും റിവേഴ്സ് റിപ്പോർട്ട് റേറ്റ് ആണെങ്കിലും പണനയ കമ്മിറ്റിയെക്കുറിച്ചാണെങ്കിലും ഒക്കെ ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ബാങ്ക് റേറ്റ് അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇപ്പോൾ PSC പരീക്ഷകളിൽ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടെ കംപ്ലീറ്റ് പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യണേ. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ RBIനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് ആര്? RBI അല്ലേ. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. കേന്ദ്ര ബാങ്ക് RBI ആണ്. ഈ RBI നിലവിൽ വരാനായിട്ട് ഒരു കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആര് നിലവിൽ വരുന്നത്? RBI നിലവിൽ വരുന്നത്. ആ കമ്മീഷൻ്റെ പേരാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് RBI നിലവിൽ വരുന്നത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് RBI നിലവിൽ വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 1934 RBI ആക്ട് പ്രകാരമാണ് RBI നിലവിൽ വരുന്നത്. അപ്പോൾ ഏത് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. 1934 RBI ആക്ട് അനുസരിച്ചിട്ടാണ് RBI നിലവിൽ വരുന്നത്. ഇനി RBI പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1935 ഏപ്രിൽ 1 RBI പ്രവർത്തനം ആരംഭിച്ചത്. RBI പ്രവർത്തനം ആരംഭിച്ചത് ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. RBI പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1935 ഏപ്രിൽ 1 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ സ്ഥാപിത മൂലധനം, RBIയുടെ സ്ഥാപിത മൂലധനം എത്രയാണ്? 5 കോടിയാണ് കേട്ടോ. സ്ഥാപിത മൂലധനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 5 കോടിയാണ്. ഇനി RBIയുടെ ചിഹ്നം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ RBIയുടെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് കടുവയാണ്. ഇനി അതിലൊരു വൃക്ഷമുണ്ട്, ഏതാണ്? എണ്ണപ്പനയാണ്. എണ്ണപ്പന. വൃക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൃക്ഷമാണ് കേട്ടോ. വൃക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണപ്പനയും, മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കടുവയുമാണ് കേട്ടോ. RBIയുടെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗം കടുവ, വൃക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണപ്പനയാണ്. ഓക്കെ. ഇനി RBI ദേശസാൽക്കരിച്ചത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ നമ്മൾ മാക്സിമം പറയുന്നത്. RBI ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1 1949 ജനുവരി 1 RBI ദേശസാൽക്കരിച്ചത്. അതുപോലെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ചത്, RBIനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലും 1949 അതുപോലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാലും 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാലും 1949. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 പോയിന്റ് ഓർത്തിരിക്കുക. RBI ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 വിത്ത് ഡേറ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് 1949 പാസ്സാക്കിയത് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് RBIനെ പ്രഖ്യാപിച്ചതും 1949 എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പറഞ്ഞല്ലോ നമ്മൾ, 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത്. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്. ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ്. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ വർഷമാണ് 1949.
ഇനി RBIയുടെ ആസ്ഥാനം എവിടെയാണ്? എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിലാണെങ്കിലും അല്ലാതെയും ഒക്കെ ചോദിക്കുന്നതാണ്. മുംബൈ ആണ് കേട്ടോ. ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. 1937 മുതലാണ്, ഇത് PYQ ആണ്. അപ്പോൾ RBIയുടെ ആസ്ഥാനം മുംബൈ ആണ്. 1937 മുതലാണ് മുംബൈ ആസ്ഥാനം ആയത് കേട്ടോ. അതുവരെ, അതായത് 1935 ഏപ്രിൽ 1 RBI പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മുതൽ 37 വരെ എവിടെയായിരുന്നു ആസ്ഥാനം? കൊൽക്കത്തയായിരുന്നു, കൊൽക്കത്ത. അതിനുശേഷം 37 മുതലാണ്, 1937 മുതലാണ് മുംബൈ ആസ്ഥാനമായത് എന്നുള്ളത് ഓർത്തിരിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ്, തിരുവനന്തപുരം. ഇനി RBI അറിയപ്പെടുന്ന ചില വിശേഷണങ്ങളുണ്ട്, അത് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒന്ന്, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് RBI ആണ്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? RBI ആണ്. അതുപോലെ ബാങ്കുകളുടെ ബാങ്ക്, ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, PYQ ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നതും RBI ആണ്. അപ്പോൾ RBIയുടെ ഈ 3 വിശേഷണവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാ? വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് RBI ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നതും RBI ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് RBI നിലവിൽ വരുന്നത്. പിന്നെ 1934 RBI ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴാണ്? 1935 ഏപ്രിൽ 1 ദെൻ സ്ഥാപിത മൂലധനം ചോദിച്ചു കഴിഞ്ഞാൽ 5 കോടി രൂപ. RBIയുടെ ചിഹ്നം എടുത്തു കഴിഞ്ഞാൽ അതിലെ മൃഗമാണ് കടുവ, വൃക്ഷം ഏതാണ്? എണ്ണപ്പനയാണ്. RBI ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 അതേ വർഷം 1949 തന്നെയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് RBIനെ പ്രഖ്യാപിച്ചത്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസാക്കിയ വർഷവും 1949 ഈ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്. RBIയുടെ ആസ്ഥാനം എവിടെയാ? മുംബൈ ആണ്. 1937 മുതൽ മുംബൈയിലാണ്. അതുവരെ എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. കേരളത്തിലെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്ക്, ഇതെല്ലാം അറിയപ്പെടുന്നത് RBI ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കടമകൾ എന്തൊക്കെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കടമകളാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആദ്യത്തെ കടമ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. എന്താണ് ആദ്യത്തെ കടമ? അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ്. എഴുതണം കേട്ടോ നിങ്ങൾ. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ. ഇനി അടുത്തത് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുക. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം, ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുക. ദെൻ അടുത്ത കടമയാണ് പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിനെ ഉപദേശിക്കുക. പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ആരെ? ഗവൺമെൻറ്റിനെ ഉപദേശിക്കുക എന്നതും RBIയുടെ കടമയാണ്. അതുപോലെ നോട്ട് അച്ചടിച്ചിറക്കുക. നോട്ട് അച്ചടിച്ചിറക്കുക. ഈ നോട്ട് അച്ചടിച്ചിറക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും PSC ഇപ്പോൾ ചോദിച്ചിട്ടുള്ള എല്ലാ പരീക്ഷകളും സ്ഥിരമായിട്ട് കൊടുക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1 രൂപയും എല്ലാ കറൻസികളും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കൊടുക്കും. നോട്ട് അച്ചടിച്ചിറക്കുക എന്ന് പറയുമ്പോൾ 1 രൂപ ഒഴികെ, അതാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. 1 രൂപ ഒഴികെ മറ്റെല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, 1 രൂപ ഒഴികെ ബാക്കി എല്ലാ കറൻസികളും അച്ചടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഈ 1 രൂപ നോട്ടും നാണയങ്ങളും ആരാണ് അച്ചടിച്ചിറക്കുന്നത്?
1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. 1 രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. 1 രൂപ ഒഴികെ എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 1 രൂപ നോട്ട് ഒഴികെ എല്ലാ കറൻസികളും അച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു നിശ്ചിത മൂല്യം സ്വർണമോ വിദേശ നാണ്യമോ എന്ത് ചെയ്യുന്നുണ്ട്, കരുതലായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. പിന്നെ അടുത്ത കടമയാണ് വായ്പ നിയന്ത്രിക്കുക. അതായത് ഈ വായ്പ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് വായ്പ നിയന്ത്രിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പകൾ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. എന്ത് ചെയ്യുന്നു? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് RBIയുടെ കടമയിൽ വരുന്നതാണ്. അടുത്തത്, സർക്കാരുകൾക്ക് വായ്പ നൽകുക എന്നതും RBIയുടെ കടമയിൽ വരുന്നതാണ്. അതുപോലെ സർക്കാരിന് നൽകുന്ന സേവനങ്ങൾക്ക് ഒരിക്കലും പ്രതിഫലം വാങ്ങാറില്ല. RBI ഒരിക്കലും സർക്കാരിന് നൽകുന്ന സേവനങ്ങൾക്ക് എന്ത് ചെയ്യാറില്ല? പ്രതിഫലം വാങ്ങാറില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രതിഫലം വാങ്ങാറില്ല. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറയാനായിട്ട് കാര്യം എന്താണ്? എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ സഹായിക്കുകയും നിയന്ത്രിക്കുകയും അവയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും എല്ലാം ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കടമയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ സഹായിക്കുക, നിയന്ത്രിക്കുക, അവയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക, ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? RBI ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാണിജ്യ ബാങ്കുകൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വായ്പ നൽകി സഹായിക്കുന്നത് RBI ആണ്. വാണിജ്യ ബാങ്കുകൾക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് നൽകുന്നു? വായ്പ നൽകി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ RBI അറിയപ്പെടുന്ന മറ്റൊരു വിശേഷണമാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടുന്നത് RBI ആണ്. PYQ ആണ് കേട്ടോ. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടുന്നത് RBI ആണ്. എന്തുകൊണ്ടാണ്? വാണിജ്യ ബാങ്കുകൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വായ്പ നൽകി സഹായിക്കുന്നത് RBI ആണ്. അതുകൊണ്ട് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നാണ് RBI അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കടമകളിൽ വരുന്നത്. എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക, ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുക, പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കുക, നോട്ട് അച്ചടിച്ചിറക്കുക. അതിലേതൊക്കെയാണ്? 1 രൂപ ഒഴികെ എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുക. 1 രൂപയും നാണയങ്ങളും ആരാ അച്ചടിക്കുന്നത്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. പിന്നെ വായ്പ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു കടമയുണ്ട്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് വായ്പ നിയന്ത്രിക്കുന്നത്. പിന്നെന്താ പറഞ്ഞേ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അത് സർക്കാരുകൾക്ക് വായ്പ നൽകുക. അതുപോലെ സർക്കാരിന് നൽകുന്ന സേവനങ്ങൾക്ക് RBI എന്ത് വാങ്ങാറില്ല? പ്രതിഫലം വാങ്ങാറില്ല. ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുക, സഹായിക്കുക, ഉപദേശം നൽകുക, ഇതെല്ലാം ചെയ്യുന്നത് RBI ആണ്. വാണിജ്യ ബാങ്കുകൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വായ്പ നൽകി സഹായിക്കുന്നത് കൊണ്ട് തന്നെ RBI അറിയപ്പെടുന്ന പേരാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. RBIയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് PYQ ആണ്. RBIയുടെ സാമ്പത്തിക വർഷം എപ്പോൾ മുതലാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇതും PYQ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. RBIയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കടമകൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പണനയം അഥവാ മോണിറ്ററി പോളിസി. അപ്പോൾ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും.
PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് ആണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടക്കുന്ന ബുക്കാണ് നമ്മുടെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ. പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് week 1 week 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു പരീക്ഷ പോലെ ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ. കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ, അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ. SCRT ടെക്സ്റ്റ് അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCRT ആണ് കേട്ടോ. ന്യൂ SCRT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCRTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCRTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ. അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. എന്താണ് പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലും കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണങ്ങളെയാണ് പണനയം അഥവാ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? പൊതു സാമ്പത്തിക നയത്തിലെ, എഴുതിയെടുക്കുക കേട്ടോ, പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ, പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി പണത്തിൻ്റെ, എന്തിൻ്റെ അളവിലാണ്? പണത്തിൻ്റെ
അളവിലും ലഭ്യതയിലും വിലയിലും, പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലും കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണങ്ങളാണ് പണനയം അഥവാ മോണിറ്ററി പോളിസി. പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യുന്നു? പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ഇതിനെയാണ് പണനയം അഥവാ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. കിട്ടിയോ? അടുത്തത് എന്താണ് നാണയപ്പെരുപ്പം? ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാണയപ്പെരുപ്പം. ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നാണയപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ പരിധിക്കപ്പുറം പണലഭ്യത ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ. അതായത് പരിധിക്കപ്പുറം പണലഭ്യത. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം. എല്ലാവരുടെ കയ്യിലും കാശുണ്ട്. അപ്പോൾ സാധനങ്ങൾക്കാണോ കാശിനാണോ ഡിമാൻഡ് കുറയുക? കാശ് എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാശിൻ്റെ ഡിമാൻഡ് സാധനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പണത്തിൻ്റെ മൂല്യം എന്ത് ചെയ്യും? കുറയുന്നൊരവസ്ഥ. അതിനെയാണ് നാണയപ്പെരുപ്പം. നാണയം പെരുകുകയാണ് എന്ന് ഓർത്താൽ മതി. എല്ലാവരുടെ കയ്യിലും പൈസ പെരുകുകയാണ്. ഓക്കെ, അപ്പോൾ പരിധിക്കപ്പുറമുള്ള പണലഭ്യതയാണ്. ഓക്കെ, പരിധിക്കപ്പുറമുള്ള പണലഭ്യത, അല്ലെങ്കിൽ സാധനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ പണമൂല്യം എന്ത് ചെയ്യുന്നു? പണമൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. സാധനങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പണത്തിൻ്റെ മൂല്യം വളരെ കുറയുന്നൊരവസ്ഥയാണ് നാണയപ്പെരുപ്പം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ മനസ്സിലായാലാണ് നമുക്ക് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നാണയപ്പെരുപ്പം എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. സാധനങ്ങളെ അപേക്ഷിച്ച് പണമൂല്യം കുറയുക, അല്ലെങ്കിൽ എല്ലാവരുടെ കയ്യിലും പരിധിക്കപ്പുറം പണലഭ്യത ഉണ്ടായിരിക്കുക. ഓക്കെ, നാണയപ്പെരുപ്പം കിട്ടിയോ? അടുത്തത് എന്താണ് നാണയ ചുരുക്കം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്? എന്താണ് നാണയ ചുരുക്കം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്നു. നാണയപ്പെരുപ്പം എന്ന് പറയുമ്പോൾ നാണയമാണ്, അവിടെ പൈസയാണ്, പണലഭ്യതയാണ് അവിടെ കൂടുന്നത്. നാണയ ചുരുക്കം അപ്പോൾ പൈസയുടെ ലഭ്യത കുറയുമ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്താണ് വില കുറഞ്ഞു വരുന്ന അവസ്ഥ. നേരെ ഓപ്പോസിറ്റാന്ന് ഓർത്താൽ മതി. പണത്തിൻ്റെ മൂല്യം കുറയുന്നതാണ് നാണയപ്പെരുപ്പം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയുന്നതാണ് എന്ത്? നാണയ ചുരുക്കം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്നു. ഓക്കെ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയുന്നതാണ് നാണയ ചുരുക്കം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. അതും ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പണപ്രധാന നിയന്ത്രണങ്ങൾ. എന്താണ് മണി സപ്ലൈ റെഗുലേഷൻ അല്ലെങ്കിൽ പണപ്രധാന നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്? ഒരു നിശ്ചിത സമയബിന്ദുവിൽ പൊതുജനങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ ശേഖരത്തെയാണ് പണത്തിൻ്റെ പ്രധാനം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നിശ്ചിത സമയബിന്ദുവിൽ, ഇതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. ഒരു നിശ്ചിത സമയബിന്ദുവിൽ പൊതുജനങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ ശേഖരമാണ് പണപ്രധാന നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രധാനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയബിന്ദുവിൽ പൊതുജനങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ ശേഖരത്തെയാണ് പണത്തിൻ്റെ പ്രധാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്നാണ് നോക്കുന്നത് കേട്ടോ. CRR, ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ കരുതൽ ധനാനുപാതം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കരുതൽ ധനാനുപാതം? അതായത് വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ കരുതൽ ധനമായിട്ട് നിലനിർത്തുന്നതിനെയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുക. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു വാണിജ്യ ബാങ്കാണ്. ആ ബാങ്കിൽ ആകെ മൊത്തമായിട്ടുള്ളത് 100 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് മുഴുവനായിട്ടും ആളുകൾക്ക് എന്ത് ചെയ്യില്ല? ഇപ്പോൾ ഒരാൾ ലോണിന് അപേക്ഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ബാങ്കിൽ ആകെ ഉള്ളത് 100 രൂപ. അത് മുഴുവനായിട്ടും അയാൾക്ക് കൊടുക്കുമോ? ഇല്ല, അതിൽ മുഴുവൻ കൊടുക്കില്ല. അതിലൊരു 4% അവരെന്ത് ചെയ്യും? RBIയിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. അതിനെയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കരുതൽ ധനാനുപാതം? വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ, അവരുടെ കയ്യിലുള്ള മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം
നിയമാനുസൃതമായിട്ട് എവിടെ കൊണ്ടുപോയിട്ട് റിസർവ് ബാങ്കിലാണ്, റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. അതിനെയാണ് കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ ക്യാഷ് റിസർവ് റേഷ്യോയ്ക്ക് ഒരിക്കലും പലിശ കിട്ടത്തില്ല, അത് ഓർത്തിരിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യും, അവരുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ 1% റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കരുതൽ ധനമായിട്ട് നിലനിർത്തും. അതിന് ഒരിക്കലും പലിശ കിട്ടത്തില്ല. അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ ആ പൈസയായിട്ട് തന്നെ അവിടെ ഇരിക്കും, അതിന് പലിശ ലഭിക്കില്ല. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക്. നാണയപ്പെരുപ്പ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? അതായത് എല്ലാവരുടെ കയ്യിലും പരിധിക്കപ്പുറം പണലഭ്യത ഉണ്ടാവുക, അതാണ് നാണയപ്പെരുപ്പം. അപ്പം നാണയപ്പെരുപ്പം വരുന്ന സമയത്ത് CRRന് എന്ത് സംഭവിക്കും? CRR വർദ്ധിക്കും, അത് ഓർത്തിരിക്കുക കേട്ടോ. അതായത് എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്? പൈസയുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് CRRന് എന്ത് സംഭവിക്കും? CRR കൂടുകയാണ് ചെയ്തത്. അതായത് എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട്, അപ്പോൾ വാണിജ്യ ബാങ്കിലും എന്തുണ്ട്? ധാരാളം പൈസയുണ്ട്. അപ്പോൾ അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും എന്ത് സംഭവിക്കും? കൂടും അല്ലേ? റിസർവ് ബാങ്കിൽ പൈസ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ നാണയപ്പെരുപ്പ സമയത്ത് CRR കൂടും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ 1% നിശ്ചിത ശതമാനം നിയമാനുസൃതമായിട്ട് റിസർവ് ബാങ്കിൽ കരുതൽ ധനമായിട്ട് നിലനിർത്തുന്നതിനെയാണ് കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അതിനൊരിക്കലും പലിശ കിട്ടത്തില്ല. നാണയപ്പെരുപ്പ സമയത്ത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെ സമയത്ത് CRR കൂടുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഇനി അടുത്തത് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ SLR എന്ന് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ SLR എന്ന് പറയുന്നത് എന്താണ്? ബാങ്കുകൾ മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാർ ബോണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് എന്ന രീതിയിൽ സൂക്ഷിക്കുന്നതിനെയാണ് SLR എന്ന് പറയുന്നത്. അതായത് ബാങ്കുകൾ അവരുടെ കയ്യിൽ എത്രത്തോളം മൂലധനം ഉണ്ടോ അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യും? ബോണ്ട്, പൈസയുടെ രൂപത്തിലല്ല, ബോണ്ട് അഥവാ ഗോൾഡ് അതിൻ്റെ എല്ലാം രൂപത്തിൽ അതിനെ പിന്നീട് നമുക്ക് പൈസയാക്കി മാറ്റാൻ പാകത്തിനുള്ള എന്തെങ്കിലും ബോണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് എന്നുള്ള രീതിക്ക് സൂക്ഷിക്കും. അത് എവിടെയാണ് സൂക്ഷിക്കുന്നത്? ബാങ്കിൽ തന്നെയാണ്. ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അതിനെയാണ് SLR എന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്കുകൾ അവരുടെ മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാർ ബോണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് എന്ന നിലയിൽ സൂക്ഷിക്കുന്നതിനെയാണ് SLR എന്ന് പറയുന്നത്. ബാങ്കിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. CRR എങ്ങനെയാണ്? റിസർവ് ബാങ്കിലാണ് അവർ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നത്, ഒരു നിശ്ചിത ശതമാനം അല്ലേ. ഇത് ബോണ്ട് അല്ലെങ്കിൽ ഗോൾഡിൻ്റെ രൂപത്തിൽ അവരുടെ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഈ SLRന് എന്തുണ്ട്? പലിശയുണ്ട്. CRRന് പലിശയില്ല എന്നല്ലേ പറഞ്ഞത്? SLRന് പലിശ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞ ഇൻഫ്ലേഷൻ അഥവാ നാണയപ്പെരുപ്പ സമയത്ത് ഇനി ഈ SLRന് എന്ത് സംഭവിക്കും? SLR കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നാണയപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് SLR കൂടുകയാണ് ചെയ്യുന്നത്, അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ CRRും എങ്ങനെയാണ്? ഇൻഫ്ലേഷൻ്റെ സമയത്ത് CRR കൂടും, ഇൻഫ്ലേഷൻ്റെ സമയത്ത് SLR കൂടും. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SLR ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് റിപ്പോ റേറ്റ്. സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ കാണുന്നതാണ് ഈ CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണേ. റിപ്പോ റേറ്റ് എന്താണ്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടുകളുടെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യും? ഒരു കുറച്ച് കാലയളവിലേക്ക്, ഹ്രസ്വകാലത്തേക്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഈടിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഫണ്ടിൻ്റെ പലിശ നിരക്കാണ്. ഓക്കെ, അപ്പോൾ ഫണ്ടുകളുടെ അപര്യാപ്തത വരുന്ന സമയത്ത് കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യും? ഹ്രസ്വകാലത്തേക്ക് വാണിജ്യ ബാങ്കുകൾക്ക്, അപ്പോൾ നമുക്കൊരു ബാങ്ക് ഉണ്ട്, നമ്മുടെ കയ്യിൽ തീരെ കാശില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കേന്ദ്ര ബാങ്കിനോട് കടം ചോദിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ബാങ്ക് നമുക്ക് തരുന്നു, ഒരു കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യും? ഒരു ഈടൊക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നമ്മൾ നൽകണം. അതിന് അനുസരിച്ചുള്ള കാശ് കുറച്ച് കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? കേന്ദ്ര ബാങ്ക് കടമായിട്ട് തരും. ഓക്കെ, അപ്പോൾ അതിന് അവരെന്ത് ചെയ്യും? കുറച്ച് പലിശ നിരക്ക് നമ്മളുടെ കയ്യിൽ നിന്നും ഈടാക്കും. അതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എന്താ ഈ ഒരു റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ റിപ്പോ റേറ്റ് ഓർത്തിരിക്കുക. വാണിജ്യ ബാങ്കിൻ്റെ കയ്യിൽ ഫണ്ട് കുറയാണ്. വാണിജ്യ ബാങ്കിൻ്റെ കയ്യിൽ എന്ത് ചെയ്യാണ്? വാണിജ്യ ബാങ്കിൻ്റെ കയ്യിൽ ഫണ്ട് കുറയാണ്.
ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കേന്ദ്ര ബാങ്കിനോട് നമ്മൾ കടം ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ കേന്ദ്ര ബാങ്ക് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ലോണ് തരും. അത് എത്ര കാലത്തേക്കാണ്, ഹ്രസ്വകാലത്തേക്കാണ് തരുന്നത്. ഹ്രസ്വകാലത്തേക്കാണ് തരുന്നത്. കൂടാതെ അതിനെന്ത് വേണം, ഈട് വേണം. ഈട് അഥവാ കൊളാറ്ററൽ എന്ന് പറയും കേട്ടോ. കൊളാറ്ററൽ ചിലപ്പോൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ, നമുക്ക് മലയാളം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ച് നോക്കിയാൽ മതി. ഈട് അല്ലെങ്കിൽ കൊളാറ്ററൽ എന്ന് പറയും. അപ്പോൾ ഈട് നമ്മൾ, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ ഈട് വെച്ചിട്ടാണ് നമുക്ക് ഹ്രസ്വകാലത്തേക്ക് കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യുന്നത്, പണം തരുന്നത്. അതിനവരെന്ത് ഈടാക്കും, പലിശ ഈടാക്കും. ആ പലിശ നിരക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ റിപ്പോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം കേന്ദ്ര ബാങ്ക് ഹ്രസ്വകാലത്തേക്ക് ഈടിൻ്റെ അടിസ്ഥാനത്തിൽ വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഫണ്ടിൻ്റെ പലിശ നിരക്കാണ് എന്ത്, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വാണിജ്യ ബാങ്കുകളുണ്ട്, അവയുടെ കയ്യിൽ എന്ത് കുറവാണ്, ഫണ്ട് വളരെ കുറവാണ്. അപ്പോൾ അവർ കേന്ദ്ര ബാങ്കിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കുകയാണ് അല്ലേ. അപ്പോൾ കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യുന്നു, ഹ്രസ്വ കാലയളവിലേക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്, ഹ്രസ്വ കാലയളവിലേക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ ഈടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഫണ്ട് കൊടുക്കും. അതിന് ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് പറയുവാണ്. ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്നതുണ്ടല്ലോ, ബാങ്ക് റേറ്റ് നമ്മളിവിടെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പണനയ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, ബാങ്ക് റേറ്റ് ആണ് കേട്ടോ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ബാങ്ക് റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ബാങ്ക് റേറ്റിനേക്കാളും താഴെയാണ് ആര്, റിപ്പോ റേറ്റ്. ബാങ്ക് റേറ്റിനേക്കാളും താഴെയാണ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാളും കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ ഇനി റിവേഴ്സ് റിപ്പോ നിരക്ക് പഠിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം, റിവേഴ്സ് റിപ്പോ റേറ്റ് കേട്ടോ. അപ്പോൾ ബാങ്ക് റേറ്റ് ആണ് ഏറ്റവും മുകളിൽ, അത് കഴിഞ്ഞിട്ട് റിപ്പോ റേറ്റ്, പിന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ റിപ്പോ റേറ്റ് ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. ബാങ്ക് റേറ്റിനേക്കാളും കുറവാണ്, എന്നാൽ റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതലാണ് ആര്, റിപ്പോ റേറ്റ്. അപ്പോൾ രണ്ടുപേരുടെ ഇടയ്ക്കാണ് ഇത് നിൽക്കുന്നത്. ബാങ്ക് റേറ്റിനേക്കാളും താഴെയാണ്, റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതലുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ റിപ്പോ റേറ്റിനേക്കാളും കുറവാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് വരിക. ഇനി എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക്? നമ്മൾ റിപ്പോ നിരക്ക് എന്താ പറഞ്ഞേ, വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ ഫണ്ട് കുറയുന്ന സമയത്ത് കേന്ദ്ര ബാങ്കിൽ നിന്നും അവർ ഫണ്ട് എടുക്കും അല്ലെ, ഈടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹ്രസ്വകാലത്തേക്ക്. അങ്ങനെ കേന്ദ്ര ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയാം. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റിവേഴ്സ് തന്നെയാണ്. അതായത് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം വാങ്ങും. നേരത്തെ വാണിജ്യ ബാങ്കുകളാണ് കേന്ദ്ര ബാങ്കിൽ നിന്നും കടം വാങ്ങിയത്. ഇവിടെ എന്താ ചെയ്യുന്നത്, കേന്ദ്ര ബാങ്ക് രാജ്യത്ത് പണപ്പെരുപ്പം വരുന്ന സമയത്ത് അത് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യും, നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കേന്ദ്ര ബാങ്കാണ് കടം വാങ്ങുന്നത്. ആ ഒരു രീതിയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. അതായത് വായ്പ നൽകാനായിട്ട് അവസരമില്ലാതെ പണം ബാങ്കുകളുടെ കയ്യിൽ കൂടുന്നു. രാജ്യത്തെ പണപ്പെരുപ്പം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിൽ കൂടുതൽ, പരിധിക്കപ്പുറം പണമുണ്ട്. അപ്പോൾ പിന്നെ ആരും വായ്പയൊന്നും എടുക്കത്തില്ല. അപ്പോൾ വായ്പയൊന്നും ആളുകൾ എടുക്കാതാവുമ്പോൾ എന്ത് സംഭവിക്കും, ബാങ്കുകളിൽ വായ്പയൊന്നും നൽകാൻ അവസരമില്ലാതെ ബാങ്കുകളിൽ പണം കൂടും. അപ്പോൾ അങ്ങനെ വാണിജ്യ ബാങ്കുകളിൽ പണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് RBI എന്ത് ചെയ്യും, നിക്ഷേപമായിട്ട് സ്വീകരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കിൽ നിന്നും കടം വാങ്ങിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിന് ബാങ്കുകൾക്ക് ആര് പലിശ നൽകും, കേന്ദ്ര ബാങ്ക് പലിശ നൽകും. ഓക്കെ, കേന്ദ്ര ബാങ്കാണ് ആർക്ക് പലിശ നൽകുന്നത്, വാണിജ്യ ബാങ്കുകൾക്ക് പലിശ നൽകുന്നത്. ഇതിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് എന്തായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ടോ? റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ വാണിജ്യ ബാങ്കിൻ്റെ കയ്യിൽ വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ ഫണ്ട് ഇല്ല. ഓക്കെ, ഫണ്ട് ഇല്ല, വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ ഫണ്ട് കുറവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, കേന്ദ്ര ബാങ്കിൻ്റെ കയ്യിൽ നിന്നും കാശ് കടം വാങ്ങും. അത് എത്ര കാലയളവിലേക്കാണ്, ഹ്രസ്വ കാലയളവിലേക്കാണ്. ഈട് വേണം, അതിന് കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യും, പലിശ നിരക്ക് ഈടാക്കും അല്ലേ, പലിശ നിരക്ക് ഈടാക്കും. ഈ പലിശ നിരക്ക് ആരാ കൊടുക്കുന്നത്, വാണിജ്യ ബാങ്കുകൾ കേന്ദ്ര ബാങ്കിനാണ് പലിശ കൊടുക്കുന്നത്. എന്നാൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ പണപ്പെരുപ്പം കൂടുന്നു. അപ്പോൾ എല്ലാവരുടെ കയ്യിലും കാശുണ്ട്, അപ്പോൾ ആരും വായ്പയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ബാങ്കുകളിൽ എന്ത് സംഭവിച്ചു, പൈസയുടെ അളവ് കൂടി. അപ്പോൾ അവർ അത് എന്ത് ചെയ്യുന്നു, കേന്ദ്ര ബാങ്കിലോട്ട്
കടമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ കേന്ദ്ര ബാങ്കിന് നിക്ഷേപം കൊടുക്കുന്ന സമയത്ത് കേന്ദ്ര ബാങ്ക് അതിനൊരു പലിശ നിരക്ക് നൽകുന്നു. ഓക്കെ, ബാങ്കുകൾക്ക് പലിശ നിരക്ക് നൽകുന്നു. ഇതിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി ഇൻഫ്ലേഷൻ അഥവാ നാണയപ്പെരുപ്പം വരുന്ന സമയത്ത് ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ത് സംഭവിക്കും? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കൂടും. ഓക്കെ, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ത് സംഭവിക്കും? കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ബാങ്കുകളൊക്കെ പൈസ കൊണ്ടുപോയിട്ട് എവിടെ നിക്ഷേപിക്കും? RBIയിലല്ലേ നിക്ഷേപിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിലോട്ടുള്ള മണി സപ്ലൈ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതുപോലെ CRR, SLR ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. എന്താണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഏപ്രിൽ 8 നിലവിൽ വന്നിട്ടുള്ള പുതിയ ഒരു അളവുപരമായ ഉപാധിയാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ്. അപ്പോൾ 2022 ആയതുകൊണ്ട് തന്നെ കറണ്ട് അഫെയർ ആണ്, അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി 2022 ഏപ്രിൽ 8 നിലവിൽ വന്നിട്ടുള്ള പുതിയൊരു അളവുപരമായ ഉപാധിയാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്, SDF എന്ന് പറയുന്നത്. ഇനി ബാങ്കുകളിലെ അധികമുള്ള പണം RBIയിൽ എത്തിക്കാനായിട്ട് 3.75% പലിശ നിരക്കിൽ RBI ഈടൊന്നും നൽകാതെ ബാങ്കുകളിൽ നിന്നും കടമെടുക്കുന്ന സംവിധാനമാണ് ഈ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ബാങ്കുകളിലെ അധികമുള്ള പണം, ബാങ്കുകളിലെ പണം കൂടുന്ന സമയത്ത് RBIയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് 3.75% പലിശ നിരക്കിൽ RBI എന്ത് ചെയ്യുന്നു? ഈടൊന്നും നൽകാതെ ബാങ്കുകളിൽ നിന്നും കടമെടുക്കുന്ന സംവിധാനമാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. ബാങ്കുകളിൽ അധികമുള്ള പണം RBIയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് 3.75% പലിശ നിരക്കിൽ RBI ഈടൊന്നും നൽകാതെ ബാങ്കുകളിൽ നിന്നും കടമെടുക്കുന്ന സംവിധാനമാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് തുറന്ന കമ്പോള നടപടികൾ അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ തുറന്ന കമ്പോള നടപടികൾ എന്ന് വെച്ചാൽ സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങൾ തുറന്ന കമ്പോളത്തിൽ വിൽക്കുന്നതും വാങ്ങുന്നതും. സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങൾ തുറന്ന കമ്പോളങ്ങളിൽ വിൽക്കുക, അതുപോലെ വാങ്ങുക. ഇതിനെയാണ് തുറന്ന കമ്പോള നടപടികൾ അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങൾ തുറന്ന കമ്പോളത്തിൽ വിൽക്കുന്നതും വാങ്ങുന്നതിനുമാണ് തുറന്ന കമ്പോള നടപടികൾ അഥവാ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ് ബാങ്ക് റേറ്റ്? ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് പണത്തിൻ്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്നതിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ബാങ്ക് റേറ്റ്? അതായത് നമ്മൾ പറഞ്ഞില്ലേ, റിപ്പോ റേറ്റ് എന്താന്ന് പറഞ്ഞു അല്ലേ? ഹ്രസ്വ കാലയളവിൽ ഈടൊക്കെ വച്ചിട്ട് വാണിജ്യ ബാങ്കിന് RBI കടം കൊടുക്കുമെന്ന് പറഞ്ഞു. അതാണ് റിപ്പോ റേറ്റ്. ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. അതായത് ഇപ്പോൾ വാണിജ്യ ബാങ്കിന് ആരാ കടം കൊടുക്കുന്നേ? കേന്ദ്ര ബാങ്കാണ്, RBI ആണ് കടം കൊടുക്കുന്നത്. എത്ര കാലയളവിലേക്കാണ്? ഹ്രസ്വ കാലയളവിലേക്കാണ്. ഇവിടെ എന്തുണ്ട്? ഈട് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. അതിന് പലിശ നിരക്കും ഈടാക്കുന്നുണ്ട്. പലിശ നിരക്കും ആര് വാങ്ങുന്നുണ്ട്? RBI വാങ്ങുന്നുണ്ട്. ഇതാണ് എന്ത് നമ്മൾ പഠിച്ച റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും കൂടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വാണിജ്യ ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്നും ഈടിൻ്റെ അടിസ്ഥാനത്തിൽ ഹ്രസ്വ കാലയളവിലേക്ക് പലിശ നിരക്ക് കൊടുത്തെടുക്കുന്നതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാലയളവിലേക്ക്, ഹ്രസ്വകാലമല്ല, വലിയ അല്ലെങ്കിൽ ദീർഘകാലയളവിലേക്ക് സെക്യൂരിറ്റീസ് ഒന്നും ഇല്ലാതെ, സെക്യൂരിറ്റീസ് ഇല്ല, കൊളാട്രൽ ഒന്നും ഇല്ലാതെ വാണിജ്യ ബാങ്കുകൾക്ക് RBI ലോൺ കൊടുക്കുന്നു. RBI ആർക്ക് തന്നെയാണ് കൊടുക്കുന്നത്? വാണിജ്യ ബാങ്കുകൾക്ക് തന്നെയാണ് ലോൺ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പോയിന്റും കൂടി ഉണ്ട്. റിപ്പോ റേറ്റിൽ വാണിജ്യ ബാങ്കുകൾക്ക് RBI കടം കൊടുക്കുന്ന സമയത്ത് ഒരു റീപർച്ചേസ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും.
റീപർച്ചേസ് എഗ്രിമെൻറ്റ്, അതായത് ഈ ഈട് വെക്കും എന്ന് പറഞ്ഞില്ലേ, ഈടൊക്കെ വെച്ചിട്ട് ഇത്ര കാലയളവിനുള്ളിൽ ഞങ്ങളത് തിരിച്ചടച്ചേക്കാം എന്നുള്ളൊരു എഗ്രിമെൻറ്റ് ഇവിടെയുണ്ട്. റീപർച്ചേസ് എഗ്രിമെൻറ്റ് ഉണ്ട്. അപ്പോൾ റീപർച്ചേസ് എഗ്രിമെൻറ്റ് എന്നുള്ളതിൽ നിന്നാണ് റിപ്പോ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റീപർച്ചേസ് എഗ്രിമെൻറ്റോട് കൂടിയതാണ്. പക്ഷേ ഇവിടെ എന്തില്ല, ഈ എഗ്രിമെൻറ്റ് ഇല്ല. റീപർച്ചേസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. അതുപോലെ ഈട് ഇല്ല, അതും ഓർത്തിരിക്കുക. പിന്നെ ദീർഘകാലയളവിലേക്കാണ് കൊടുക്കുന്നത്. ഇതാണ് ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒന്നുകൂടെ പറയാം, റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാണിജ്യ ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്നും സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഈട് വെച്ചുകൊണ്ട് ഒരു റീപർച്ചേസ് എഗ്രിമെൻറ്റ്, അതായത് ഈ ഈട് നമ്മൾ ഇത്ര കാലത്തിനുള്ളിൽ തിരിച്ചെടുക്കാം എന്നുള്ളൊരു എഗ്രിമെൻറ്റോട് കൂടിയിട്ട് കടം വാങ്ങിക്കുന്നു. അതിന് RBI എന്ത് സ്വീകരിക്കും, പലിശ നിരക്ക് ഈടാക്കും. അതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIയിൽ നിന്നും വാണിജ്യ ബാങ്കുകൾ കടം വാങ്ങിക്കുകയാണ്, പക്ഷെ ദീർഘകാലയളവിലേക്കാണ്, ഈടൊന്നും ആവശ്യമില്ല, റീപർച്ചേസ് എഗ്രിമെൻറ്റും ഇല്ല. അതിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ് എന്തിനേക്കാളും, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ് എന്തിനേക്കാളും, റിപ്പോ റേറ്റിനേക്കാളും. റിപ്പോ റേറ്റിനേക്കാളും ബാങ്ക് റേറ്റ് എന്താണ്, കൂടുതലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ പറയുന്നത് ബാങ്ക് റേറ്റ് ആണ്, അത് കഴിഞ്ഞ് റിപ്പോ റേറ്റ്, പിന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ബേസ് റേറ്റ്. ബേസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് എന്ത് കൊടുക്കും, വായ്പകളൊക്കെ കൊടുക്കും അല്ലേ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക്, വാണിജ്യ ബാങ്കുകൾക്ക് ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്കുണ്ടല്ലോ, അതിനെയാണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത്. ബേസ് റേറ്റ് കേട്ടോ, കുറഞ്ഞ പലിശ നിരക്കാണ്. ആർക്ക് കൊടുക്കുന്ന, വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന, ഓക്കെ, വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്കിനെയാണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അടുത്ത ടേമാണ് ഇന്ത്യൻ പണനയം അഥവാ ഇന്ത്യൻ മോണിറ്ററി പോളിസി. എന്താണ് ഇന്ത്യൻ മോണിറ്ററി പോളിസി? പണനയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുന്ന ആരാണ്? RBI ആണ് അല്ലേ, RBI ആണ്. അപ്പോൾ ഈ RBI എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1934 RBI ആക്ട് പ്രകാരമാണ് RBI വന്നത്. അപ്പോൾ പണനയത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച അടിസ്ഥാനമാക്കിയിട്ട് വില സ്ഥിരത നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ പണനയം, അതായത് ഈ പണനയവുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് RBI ആണ്. മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും, മോണിറ്ററി പോളിസി എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് ആരാ? RBI ആണ്. RBI നമ്മൾ പറഞ്ഞു നേരത്തെ. ഇനി ഈ പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയുടെ പ്രധാന ധർമ്മം എന്താണ്? സാമ്പത്തിക വളർച്ച അടിസ്ഥാനമാക്കി വില സ്ഥിരത നിലനിർത്തുക എന്നുള്ളതാണ് എന്തിൻ്റെ? പണനയത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇനി പണനയ കമ്മിറ്റി, മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പണനയ കമ്മിറ്റി എന്ന് പറയുന്നത് പണസംബന്ധമായ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? പണനയ കമ്മിറ്റിയാണ്. ഓക്കെ, പണസംബന്ധമായിട്ടുള്ള എന്ത് തീരുമാനവും എടുക്കുന്നത് പണനയ കമ്മിറ്റിയാണ്. ഈ പണനയ കമ്മിറ്റി നിലവിൽ വന്നത് RBI ആക്ട് നമ്മൾ പറഞ്ഞല്ലോ. RBI ആക്ട് എത്രയാ വർഷം? 1934 RBI ആക്ടിലെ സെക്ഷൻ 45(z)(b) പ്രകാരമാണ് ഈ പണനയ കമ്മിറ്റി നിലവിൽ വരുന്നത് കേട്ടോ. പണനയ കമ്മിറ്റി നിലവിൽ വന്നത് RBI ആക്ട് 1934 സെക്ഷൻ 45(z)(b) പ്രകാരമാണ് പണനയ കമ്മിറ്റി നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ പണനയ കമ്മിറ്റി, അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി നിലവിൽ വന്നത് അല്ലെങ്കിൽ സ്ഥാപിതമായത് 2016 സെപ്റ്റംബർ 29 ആദ്യത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി കേട്ടോ. ആദ്യത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി സ്ഥാപിതമാവുന്നത് 2016 സെപ്റ്റംബർ 29 ഇനി നമ്മുടെ നിലവിലെ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്
2020 ഒക്ടോബർ 5-നാണ് വരുന്നത്. കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക ഗസറ്റ് പ്രകാരം രൂപീകരിച്ചതാണ് നിലവിലെ മോണിറ്ററി പോളിസി 2020 ഒക്ടോബർ 5. ഇനി മോണിറ്ററി പോളിസിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? ചെയർപേഴ്സൺ, മോണിറ്ററി പോളിസിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് RBI ഗവർണർ ആയിരിക്കും. ഓക്കെ, RBI ഗവർണർ ആയിരിക്കും. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ MPCയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ RBI ഗവർണറാണ്. ഇനി ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ടല്ലോ, വർഷത്തിൽ 4 തവണയെങ്കിലും സമ്മേളിക്കണം എന്നാണ്. വർഷത്തിൽ 4 തവണ സമ്മേളിക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. മോണിറ്ററി പോളിസി കമ്മിറ്റി വർഷത്തിൽ 4 തവണ സമ്മേളിക്കണം. അതിൻ്റെ ചെയർപേഴ്സൺ RBI ഗവർണറാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പണനയ കമ്മിറ്റീനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്തത് RBI ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. RBI ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് എന്താണിത്? അതായത് ഇന്ത്യയിലെ ഡിജിറ്റൽ പണമിടപാടുകളുടെ വ്യാപ്തിയും സാധ്യതയും അളക്കാൻ RBI ആരംഭിച്ച സൂചികയാണ് RBI ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് കേട്ടോ. ഇന്ത്യയിലെ ഡിജിറ്റൽ പണമിടപാടുകളുടെ സാധ്യതയും വ്യാപ്തിയും അളക്കാനായിട്ട് RBI ആരംഭിച്ചൊരു സൂചികയാണ് RBI ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. ഇത് നിലവിൽ വന്നത് 2021 ജനുവരി 1-നാണ്. 2021 ജനുവരി 1-നാണ് RBI ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് നിലവിൽ വരുന്നത്. ഇനി ഈ RBI ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് രൂപീകരിക്കാനായിട്ട് അല്ലെങ്കിൽ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന 5 ഘടകങ്ങളുണ്ട്. ഓക്കെ, ഈ സൂചിക തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന 5 ഘടകങ്ങളുണ്ട്. ഒന്ന്, പേയ്മെൻറ്റ് ഇനാബ്ലേഴ്സ് വെയ്റ്റ് 25%. രണ്ടാമത്തെ ഘടകം പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് 10% കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ഘടകമാണ് പേയ്മെൻറ്റ് പെർഫോമൻസ് 45%. ദെൻ നാലാമത് ഇവിടെ പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഈ ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് 10% പറഞ്ഞില്ലേ, അതുപോലെ പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് 15% ആണ്. 15%. ദെൻ അഞ്ചാമത്തെ ഘടകമാണ് കൺസ്യൂമർ സെൻട്രിസിറ്റി 5%. ഇതാണ് 5 ഘടകങ്ങൾ. RBI ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് സൂചിക തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന 5 ഘടകങ്ങളാണ് പേയ്മെൻറ്റ് ഇനാബ്ലേഴ്സ് വെയ്റ്റ് 25%, പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡിമാൻഡ് സൈഡ് ഫ്രാക്ഷൻസ് 10%, പേയ്മെൻറ്റ് പെർഫോമൻസ് 45%, പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് 15%, കൺസ്യൂമർ സെൻട്രിസിറ്റി 5%. ഓക്കെ, ഇത് മാർച്ച് 2018 ആസ്പദമാക്കിയിട്ടാണ് തയ്യാറാക്കുക കേട്ടോ. മാർച്ച് 2018 അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ RBI ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി 1-2 പോയിന്റ്സും കൂടെ ഓർത്തിരിക്കുക. എന്താണ് ഡിജിസാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ പണമിടപാട് സംബന്ധിച്ച എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാനായിട്ട് RBI പുറത്തിറക്കിയ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനാണ് ഡിജിസാത്തി. ഡിജിറ്റൽ പണമിടപാട് സംബന്ധിച്ച എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാനായി RBI പുറത്തിറക്കിയ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനാണ് ഡിജിസാത്തി എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് UPI 123 പേ. ഇതെന്താണ്? ഫീച്ചർ ഫോണുകളിലൂടെ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാതെ പണമിടപാട് നടത്താനായിട്ട് പുറത്തിറക്കുന്ന സംവിധാനമാണ് UPI 123 പേ കേട്ടോ. ഫീച്ചർ ഫോണുകളിലൂടെ ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ പണമിടപാട് നടത്താനായിട്ട് പുറത്തിറക്കിയ സംവിധാനമാണ് UPI 123 പേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രെയിം വർക്ക് ഫോർ ഫെസിലിറ്റേറ്റിംഗ് സ്മോൾ വാല്യൂ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻ ഓഫ്ലൈൻ മോഡ് എന്താണിത്? 2022 ജനുവരിയിൽ രാജ്യത്ത് ഇൻ്റർനെറ്റ് ഇല്ലാതെ ചെറിയ തുകകൾ ഡിജിറ്റലായി കൈമാറുന്നതിന് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ഒരു മാർഗരേഖയാണ് ഫ്രെയിം വർക്ക് ഫോർ ഫെസിലിറ്റേറ്റിംഗ് സ്മോൾ വാല്യൂ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻ ഓഫ്ലൈൻ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രെയിം വർക്ക് ഫോർ ഫെസിലിറ്റേറ്റിംഗ് സ്മോൾ വാല്യൂ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻ ഓഫ്ലൈൻ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2022 ജനുവരിയിൽ 2022 അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. 2022 ജനുവരിയിൽ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാതെ ചെറിയ തുകകൾ ഡിജിറ്റലായി കൈമാറുന്നതിന് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ മാർഗരേഖയാണ് ഫ്രെയിം വർക്ക് ഫോർ ഫെസിലിറ്റേറ്റിംഗ് സ്മോൾ വാല്യൂ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻ ഓഫ്ലൈൻ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഉത്കർഷ് 2022. ഉത്കർഷ് 2022 എന്ന് പറയുന്നത് എന്താണ്? റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ് 2022 എന്ന് പറയുന്നത്. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ് 2022. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് RBIനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ PSC ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ ഉടനെ തന്നെ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്